ഇന്നെന്താ ഈ കടലേറ്റ് ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമുക്ക് ഈ കടല കൊണ്ടിട്ടാണ് പരിപാടി. ഈ കടല കൊണ്ട് നമുക്ക് ഇന്ന് ബീച്ചിലൊക്കെ പോകുമ്പോ ഒരു ചാട്ട് മസാല നിലക്കടല കിട്ടുമല്ലോ, കപ്പലണ്ടി, തക്കാളി, ഉള്ളിയൊക്കെ അതേപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ നല്ല അടിപൊളി നിലക്കടല 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ എടുത്തിട്ടുള്ളതിൻ്റെ പകുതി കടലയാണ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിതിൽ ചേർക്കുന്ന ചേരുവകളുടെ പകുതിയെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മളിത് വാങ്ങിയ കടലയില്ല, അപ്പോൾ 3-4 വട്ടം കഴുകിക്കോളൂ കേട്ടോ മക്കളെ. ഇത് കണ്ടില്ലേ മക്കളെ, ഞാനിപ്പോൾ ഇത് 3-4 വട്ടം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കോരി എടുക്കേണ്ടതാണ്, അതുകൊണ്ട് അളവൊന്നും പറയുന്നില്ല. കടല മുങ്ങ വെള്ളം ഒഴിക്കുക. ഇനി കടല വേകാൻ പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ കുറച്ച് മുന്നിൽ നിൽക്കണം ഉപ്പ് കേട്ടോ. ആ പാകത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിങ്ങനെ ഇളക്കിയിട്ടേ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി ഉപ്പുണ്ടോ എന്ന്. ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ കടല വേകുമ്പോൾ കടലയിലും കൂടി ഉപ്പ് പിടിക്കുക. നമ്മൾ വെള്ളം ഊറ്റിയെടുക്കല്ലേ ചെയ്യുക. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കാം. മക്കളെ, ഇത് നമുക്കൊരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചങ്ങോട്ട് എടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ കടലേക്ക് 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇറക്കിയ ഉടനെ ഗ്യാസ് കളഞ്ഞിട്ട് തുറക്കരുത്. ഇതിങ്ങനെ ഇരുന്നിട്ട് ഗ്യാസൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കടലയുടെ കാറ്റൊക്കെ പോയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് തുറന്നിട്ട് ഇത് വാരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വാർത്തിട്ട് ഇതിപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. ഇതിപ്പോൾ ഞാനൊരു വലിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് അതിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് മിസ്സാക്കുമ്പോൾ ഏറ്റവും നല്ലത് വലിയ സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും നല്ലത്. അപ്പോൾ ഇച്ചിരി ചൂടോടെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ചൂടോടെ ഇതിൽ വാരി ഇടണമുണ്ടല്ലോ, അപ്പോൾ സ്റ്റീൽ പാത്രമാണ് അതിന് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുനുകുനാരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് കടല എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ. ഈ 1 ക്യാരറ്റ് ചിരകിയത് അത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി അതും കുനുകുന അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. എരിവില്ലാത്തത് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ കുരു കളഞ്ഞിട്ടിടുക. ഇനി ലേശം മല്ലിയില അത് ഇട്ട് കൊടുക്കുക. മക്കളെ, എല്ലാവർക്കും മല്ലിയില ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് മല്ലിയില ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം. ഈ ചാട്ട് മസാല ഇടുമ്പോഴാണ് നമുക്ക് ഈ മസാല കടലയുടെ ടേസ്റ്റ് കൂടുതൽ വരിക. ഇനി നമുക്കിത് ഇച്ചിരി പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ ഒഴിക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലെ നാരങ്ങയുടെ നീരാണ് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്.
ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. കടലയും മല്ലിയിലയും ഉള്ളിയും ക്യാരറ്റും എല്ലാം ഒന്ന് മിക്സായി മറിഞ്ഞ് ഇളക്കി മറിച്ചെടുക്കാം. നമുക്ക് ഇളകി മറിഞ്ഞ് വരട്ടെ. മക്കളെ, നമ്മൾ കടലയിൽ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്. അതുകൊണ്ട് നമ്മൾ തക്കാളിയിലും ഉള്ളിയിലൊന്നും ഉപ്പിടുന്നില്ല. അതൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് മിക്സാക്കിയതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പിടണ്ട. ഇടാൻ പറയണത് തക്കാളിയിലും ഉള്ളിയിലും നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അതിൻ്റെ ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ മാത്രമേ ഇടാനാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നേ ഇട്ടാൽ നമുക്ക് ഉപ്പ് കൂടിപ്പോവും, കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ നോക്കി ഇടുകയാണെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇതിലൊരു നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ട്, അത് നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇതാ ഒരു ഇരുന്നുള്ളൂ കേട്ടോ. ഇത്തിരി ഉപ്പിൻ്റെ കുറവേ ഉള്ളതിൽ. ഇനി നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കാം. മക്കളെ, അപ്പം നമ്മുടെ കടല ചാട്ട് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഒരു പാത്രത്തിൽ വിളമ്പി വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ പണി കേട്ടോ മക്കളെ. ഇനിയിപ്പോൾ ആരും പുറത്ത് പോയിട്ട് ബീച്ചിൽ പോയിട്ടും പുറത്ത് പോയിട്ടൊന്നും ചാട്ട് മസാല കടല വാങ്ങി തിന്നണ്ട. ഇതേപോലെ ഒരു 1 കിലോ കടല വാങ്ങിയാൽ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ഉള്ളവർക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അത്തിരി ചവച്ച് കഴിച്ചാൽ ഒരു 10 പേർക്കെങ്കിലും കഴിക്കാൻ പറ്റും. അങ്ങനെ മക്കളെ, നമ്മുടെ മസാല കടല റെഡി ആയിട്ടുണ്ട്. ഉമ്മയുടെ മറ്റേ കടല മസാല കഴിച്ചോട്ടെ. ആ ചെറിയ ചൂടിൽ ശരിക്കും കഴിക്കാൻ നമ്മളെ ബീച്ചിൽ നിന്ന് കിട്ടണം അതേപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ബീച്ചിൽ പോയാൽ ബീച്ചിലത്തെ വൈബ് വേറെ കേട്ടോ. ഉമ്മ അവിടുന്ന് കഴിക്കുമ്പോഴേ വീട്ടിൽ നമുക്ക് ഇത് രാവിലെയും ചായയുടെ ഒപ്പം കഴിക്കാം. അവിടെ നിന്ന് നമ്മൾ ഒരു 10 രൂപ കിട്ടുമോ? ഇല്ലല്ലോ, 20 രൂപ അല്ല, 10 രൂപ. ഇതേപോലെ ഒരു കറണ്ട് തരും 20 രൂപ, 10 രൂപ, അല്ലെങ്കിൽ 10 രൂപ കൂട്ടിക്കോളി. അതിലിങ്ങനെ ഒരു പൊതിയിൽ വെച്ച്, പൊതി ഇങ്ങനെ ഈർക്കിലി പോലെ പൊതിയും, മേലെ ഇച്ചിരി വലിപ്പം ഉണ്ടാവും. അതിലിങ്ങനെ വെക്കുമ്പോൾ തോനെ ഉള്ളതുപോലെ നമ്മളിങ്ങനെ ഒന്നൊന്നായിട്ട് കടിച്ച് തിന്നുമ്പോൾ ആ പൊതിയുടെ പകുതി വരെ കടലുണ്ടാവുള്ളൂ, അടിയിലുണ്ടാവില്ല. കൊതിക്ക് മാത്രം തിന്നാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ കൊതി തീരെ, നമ്മുടെ മക്കളെ കൊതി തീരെ ഇഷ്ടം പോലെ ആവശ്യത്തിന് തിന്നാം. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.